അസ്സാം വലൈക്കും. ഹലോ എവരി വൺ. നമുക്ക് ഒരു ഇമാജിനേഷൻ ചെയ്യുന്നതിലൂടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു തുടങ്ങാം. ആദ്യമായി ഒരു വർക്ക് പ്ലേസ് ഇമാജിൻ ചെയ്യും. അവിടെ എംപ്ലോയീസ് പരസ്പരം സഹായിക്കുന്നു, സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു, ടീം വർക്ക് വളരെ സ്ട്രോങ് ആണ്. അതേസമയം തന്നെ മറ്റൊരു വർക്ക് പ്ലേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള ജോലിക്കാരൊക്കെ ആബ്സെൻ്റ് ആണ്, സ്ട്രെസ്ഡാണ്, ജോലിയോട് ഇൻട്രസ്റ്റ് ഇല്ല. എന്താണ് ഈ രണ്ട് വർക്ക് പ്ലേസിൽ തമ്മിലുള്ള വ്യത്യാസം? ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം. അതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ, അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ OB എന്ന് പറയാം. ഇന്ന് ഞാൻ ഈ ഇൻട്രസ്റ്റിംഗ് കൺസെപ്റ്റിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ ആളുകൾ എങ്ങനെ പെരുമാറുന്നു എന്ന് പഠിക്കുന്ന വിഷയമാണ്. ഇത് എംപ്ലോയീസ്, ടീം വർക്ക്, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ, വർക്ക് പ്ലേസ് റിലേഷൻഷിപ്സ് എന്നിവയെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. നമ്മൾ സിമ്പിളായി പറയുകയാണെങ്കിൽ ആളുകൾ എങ്ങനെ കൂടുതൽ എഫക്റ്റീവ്ലി ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന ചോദ്യത്തിന് ഉത്തരമാണ് OB എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് OBയിലെ ചില പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ നോക്കി നോക്കാം. ആദ്യമായിട്ട് സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. ഇത് ഔദ്യോഗിക ജോബ് റോളിൻ്റെ ഭാഗമല്ലെങ്കിലും ഓർഗനൈസേഷനെ സഹായിക്കുന്ന പോസിറ്റീവ് ആക്ഷനാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കൊളീഗിനെ സഹായിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രാ വർക്ക് വളണ്ടിയർ ചെയ്യുക, അൺനെസറി കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. നമ്മൾ ഒരാളെ സഹായിക്കില്ലേ, ഈ വിഷയങ്ങളൊക്കെയാണ് സിറ്റിസൺഷിപ്പ് ബിഹേവിയറിൽ ഉൾപ്പെടാം. ഇപ്പം നമ്മൾ ഏതൊരു ഓഫീസ് നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ എല്ലാവരും സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവാറുണ്ട്. അതാണ് സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. ഇത്തരം ചെറിയ കാര്യങ്ങളിൽ വരെ ടീം വർക്കും ട്രസ്റ്റും പോസിറ്റീവ് വർക്ക് കൾച്ചറും സൃഷ്ടിക്കുന്നു. ഇത്തരത്തിലുള്ള സഹായം കാരണത്തിൽ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻസൊക്കെ സാധാരണയായി കൂടുതൽ സക്സസ്ഫുൾ ആയിരിക്കും. ഇനി മറ്റൊന്നാണ് വിത്ഡ്രോവൽ ബിഹേവിയർ. ഇപ്പോൾ അതായത് നേരത്തെ പറഞ്ഞ സിറ്റിസൺഷിപ്പ് ബിഹേവിയറിൻ്റെ ഓപ്പോസിറ്റാണ് വിത്ഡ്രോവൽ ബിഹേവിയർ. അതായത് എംപ്ലോയീസ് ജോലി മുതൽ മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി അകന്നു നിൽക്കുന്ന അവസ്ഥയാണിത്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്ഥിരമായിട്ട് ലേറ്റായി വരിക, അൺനെസസറി ലീവ് എടുക്കുക, മീറ്റിംഗ് സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്യുക. ഇത്തരത്തിലുള്ള ബിഹേവിയറൊക്കെ പ്രൊഡക്ടിവിറ്റിയെ കുറക്കും. കാരണം എംപ്ലോയീസ് ഡിസ്കണക്റ്റഡ് ആണെങ്കിൽ ഓർഗനൈസേഷനും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവും, ചാൻസ് ഉണ്ട്. അതാണ് വിത്ഡ്രോവൽ ബിഹേവിയർ. ലെസ് എഫിഷ്യൻറ്റ് എംപ്ലോയീസ് കൂടുതൽ കേപ്പബിളായ ആളുകൾ വരുമ്പോൾ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. അതിനാൽ OBയിൽ പോസിറ്റീവ് ബിഹേവിയറും നെഗറ്റീവ് ബിഹേവിയറും രണ്ടും പഠിക്കുന്നു. ഇനി മറ്റൊന്നാണ് ഗ്രൂപ്പ് കൊഹൻഷൻ, ഗ്രൂപ്പ് ഫങ്ഷനിങ്. ഗ്രൂപ്പ് കൊഹൻഷൻ എന്നത് ടീം മെമ്പേഴ്സ് തമ്മിലുള്ള യൂണിറ്റി, ട്രസ്റ്റ്, സപ്പോർട്ട് എന്നിവയാണ്. ഇപ്പം എംപ്ലോയീസ് കോമൺ ഗോൾസ് ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ടീം കൂടുതൽ സ്ട്രോങ് ആകുന്നു. ഒരു ഫുട്ബോൾ ടീം ഉദാഹരണമായി എടുത്തിട്ടാണെങ്കിൽ പ്ലെയേഴ്സ് ഇൻഡിവിജ്വലി കളിച്ചിട്ടാണെങ്കിൽ ഒരിക്കലും ടീം ജയിക്കില്ല, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ടുഗദർ വർക്ക് ചെയ്തിട്ടാണ് മാത്രമേ സക്സസ്ഫുൾ ഉണ്ടാവുകയുള്ളൂ. ഓർഗനൈസേഷനും അതുപോലെ തന്നെയാണ്. സ്ട്രോങ് കോഹൻഷൻ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് ഫങ്ഷനിങ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് വർക്ക് ക്വാളിറ്റിയും പെർഫോമൻസും ബെറ്റർ ആകും. ഗ്രൂപ്പ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ക്വാളിറ്റിയും പെർഫോമൻസൊക്കെ ബെറ്റർ ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് ടീം വർക്ക് ഈക്വൽ ടു ബെറ്റർ റിസൾട്ട്സ്. ഓക്കെ, ഇനി ഒന്നിലേക്ക് നോക്കുകയാണെങ്കിൽ എത്തിക്സ് ആൻഡ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. OB എത്തിക്സിനും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ബിസിനസ് എത്തിക്സ് എന്നത് ബിസിനസ്സിൽ ശരിയായ രീതിയിൽ പെരുമാറുക എന്നതാണ്. ഇപ്പം കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നത് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് മാത്രം നോക്കാതെ സൊസൈറ്റിയെയും എൻവിറോൺമെൻറ്റിനെയും കെയർ ചെയ്യണം എന്ന ആശയമാണ്. ഇന്ന് ആളുകൾ എത്തിക്സായ കമ്പനീസിനെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നു. കാരണം സക്സസ് എന്നത് മണി മാത്രമല്ല, വാല്യൂസും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. വെറും മണി മാത്രം നോക്കിയിട്ട് കാര്യമില്ല, അതിൽ കൂടുതൽ വാല്യൂസ് കൂടി നൽകുമ്പോൾ കൂടുതൽ എന്തുണ്ടാവുള്ളൂ, സക്സസ് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. പിന്നെ മറ്റൊന്നാണ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജേഴ്സ്. അവസാനമായി OB മാനേജറിന് വളരെ അവസാനമായി OB മാനേജേഴ്സിന് വളരെ ഇമ്പോർട്ടൻസ് ആണ് കൊടുക്കുന്നത്.
ഇത് മാനേജേഴ്സിനെ എംപ്ലോയീസിനെ ബെറ്ററായി മനസ്സിലാക്കാൻ, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെ കോൺഫ്ലിക്ട്സുകൾ സോൾവ് ചെയ്യാൻ, എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, നല്ല വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഇതിനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരു മാനേജർ കാരണത്താൽ. ഓക്കെ, ഒരു ഗുഡ് മാനേജർ എന്നത് ഓർഡേഴ്സ് കൊടുക്കുന്ന ആൾ മാത്രമല്ല, ആളുകളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. വെറും ഓർഡർ കൊടുക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല, അവിടെയുള്ള ജോലിക്കാരെ കൂടി മനസ്സിലാക്കുന്ന ഒരാളാണ്. അതാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓർഗനൈസേഷൻ ബിഹേവിയർ വർക്ക് പ്ലേസിലുള്ള ആളുകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന സബ്ജക്റ്റാണ്. പോസിറ്റീവ് ബിഹേവിയർ എൻകറേജ് ചെയ്യുകയും ടീം വർക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കുറയ്ക്കുകയും ചെയ്താൽ ഓർഗനൈസേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവും സക്സസ്ഫുള്ളും ആകും. കാരണം ഓർഗനൈസേഷൻ മെഷീൻസ് കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതല്ല. പീപ്പിൾസിൻ്റെ ഒരു യൂണിറ്റി, ടീം വർക്ക്, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇവ കൂടിച്ചേർന്നാൽ മാത്രമാണ് സക്സസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.